ഹായ്, Realme7 Pro എന്നീ ഫോണുകൾ Realme ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 20,000 താഴെ ഒരു ബെസ്റ്റ് ഫോൺ എന്ന രീതിയിലൊക്കെ വരുമെന്ന് കരുതിയിരിക്കുന്ന ഫോണുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് Realme7 Pro എത്രത്തോളം നല്ലൊരു ഫോണാണ്, അതിൻ്റെ Realme6 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം നല്ലൊരു അപ്ഗ്രേഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. നേരെ വീഡിയോ. ഹായ്, Realme7 Pro എന്നീ ഫോണുകൾ Realme ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ 7 Pro എന്ന ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. Realme7 Pro ഇത് 6 Pro എന്ന ഫോണിൻ്റെ ഒരു അപ്ഡേഷനാണ്. അപ്പോൾ അത് 6 Pro നോക്കിക്കഴിഞ്ഞാൽ 17, 18 ആ ഒരു 18 19 രൂപ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണാണ്. അതായത് 6GB RAM 128GB സ്റ്റോറേജിന് 19,000 രൂപയ്ക്ക് നിൽക്കുന്ന ഒരു ഫോണാണ് ഈ Realme6 Pro എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ട് വരുമ്പോൾ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഓവറോൾ ഈ പ്രൈസിന് ഇത് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഡിസൈനിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഫോൺ AMOLED ഡിസ്പ്ലേ, അതും സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ട് തന്നെ വരുന്ന ഒരു ഫോണാണ്. സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ആദ്യത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഉണ്ട്, പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. സോ ഓവറോൾ ഒരു ഗുഡ് ഡിസ്പ്ലേ എന്ന് പറയും. റിയർ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സ്റ്റൈലിഷ് ആയ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ഡീസൻ്റ് ആയ ലുക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് എന്താണ് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് പറയാം. സ്നാപ്ഡ്രാഗൺ 720G, പിന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, LPDDR4X RAM, UFS 2.1 സ്റ്റോറേജ്. ഇവിടെ അപ്ഗ്രേഡ് ആയിട്ടൊന്നും പറയാനില്ല. ബട്ട് ആ ഒരു പ്രൊസസ്സർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ സഫീഷ്യൻ്റ് ആയ പ്രൊസസ്സറാണ്. അതുകൊണ്ട് അതിനേക്കാൾ ബെറ്ററായി ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചുകൊണ്ട് അത് മോശമാണെന്ന് പറയാനില്ല. അവിടുത്തെ ഏറ്റവും നല്ല പ്രൊസസ്സറായിട്ട് നമ്മൾ കാണുന്നത്, പല ഫോണിലും കാണുന്നത് ഈ ഒരു പ്രൊസസ്സർ തന്നെയാണ്. സോ ഇതൊരു ഗുഡ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ 6 Pro ഒന്നും വലിയ അപ്ഡേഷൻ ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളത് ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാലാണ് മറ്റൊരു ഹൈലൈറ്റഡ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ആദ്യത്തെ ഒരു ഫോണാണ് Realme 7 Pro എന്ന് പറയുന്ന ഫോൺ. 65 വാട്ടിൻ്റെ ഒരു പവർ എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് 42% ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. 34 മിനിറ്റ് കൊണ്ട് 100% ചാർജ് ചെയ്യാനും പറ്റും എന്നാണ് Realme പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി സൈസ് നോക്കിക്കഴിഞ്ഞാൽ 4500 mAh ആണ്. അപ്പോൾ ഈ പറഞ്ഞ 4500 mAh ബാറ്ററിയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോഴും ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജിന് ഇട്ടുകൊണ്ടും ഗെയിം കളിക്കാമെന്നാണ് Realme പറയുന്നത്. സേഫ് ആണെന്നാണ് പറയുന്നത്. അതിനവർ പറയുന്നത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് 42% വരെ ബാറ്ററി ചാർജ് കയറുമെന്നാണ് പറയുന്നത്. അത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 42% ചാർജ് 30 മിനിറ്റ് കൊണ്ട് കയറും. അപ്പോൾ തീർച്ചയായിട്ടും ഇംപ്രസീവായ ഒരു കിഡിലൻ ബാറ്ററി സെറ്റപ്പുമായിട്ടാണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പുമാണ്. സോ ഈ ഫോണിനെ സംബന്ധിച്ച് ഡിസ്പ്ലേ ഒരു അടിപൊളി സെറ്റപ്പാണ്. അതേപോലെ തന്നെ ഡീസൻറ്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ടോപ്പ് ലെവൽ സെറ്റപ്പാണ്. ക്യാമറയിലേക്ക് വന്നാൽ ഒട്ടും മോശമല്ല. 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. അതിൽ തന്നെ സോണി IMX682 എന്ന് പറയുന്ന അടിപൊളി സെൻസറും വെച്ചുകൊണ്ടാണ് വരുന്നത്. സോ ക്യാമറയുടെ ഭാഗത്തും ഒരു ബെസ്റ്റ് ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് Realme ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ Realme6 Proയിൽ കണ്ട ടെലിഫോട്ടോ ലെൻസിൻ്റെ സംവിധാനമൊന്നും ഇവിടെ ഇല്ല. പകരം ഒരു നോർമൽ വൈഡ് ആംഗിൾ സെറ്റപ്പും അതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സെറ്റപ്പ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു മാക്രോ സെൻസർ, ഈ രീതിയിലാണ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഉള്ള ക്യാമറ എന്തായാലും സോണി IMX682 എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി സെൻസർ തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇമേജ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ ക്യാമറ റിവ്യൂ കണ്ട് തന്നെ മനസ്സിലാക്കാം. സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തവണ ഒറ്റ സെൻസറേ ഉള്ളൂ. അതായത് 32 മെഗാപിക്സലിൻ്റെ ഒറ്റ സെൽഫി ക്യാമറ മാത്രമേ ഉള്ളൂ. ഡുവൽ സെൽഫി ക്യാമറയൊന്നും വരുന്നില്ല. ബട്ട് 32 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ വരുന്നത്. സോ ഓവറോൾ ക്യാമറ സെറ്റപ്പും ഒരു ടോപ്പ് നോച്ച് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ നിങ്ങൾ എന്തായാലും ക്യാമറ റിവ്യൂസ് വിശദമായിട്ട് കണ്ടു നോക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ AMOLED ഡിസ്പ്ലേ ഉണ്ട്, ഡീസൻ്റ് ആയ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സോണി IMX682 സെൻസർ അടങ്ങുന്ന 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറയുണ്ട്. ഓവറോൾ എല്ലാ ഏരിയയിലും ബെസ്റ്റ് സെറ്റപ്പ് തന്നെയാണ് ഈ ഫോണിലുള്ളത്. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 6GB RAM 128GB സ്റ്റോറേജിന് 20,000 രൂപയാണ് വരുന്നത്. അടുത്തൊരു വേരിയൻറ്റ് 8GB RAM 128GB സ്റ്റോറേജിന് 22,000 രൂപയാണ് വില വരുന്നത്. അതായത് റിയൽമിയുടെ ആ ഒരു സീരീസ് 3, 4, 5 അങ്ങനെ വരുന്ന ആ ഒരു സീരീസ് 20,000 മുകളിലേക്ക് കയറി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 14-ാം തീയതിയാണ്, 12 മണിക്കാണ്. ഫ്ലിപ്കാർട്ടിലും realme.com-ലുമാണ് സെയിൽ നടക്കുക. അതേപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറിലേക്ക് താമസിയാതെ എത്തുമെന്നുമാണ് Realme അറിയിച്ചിരിക്കുന്നത്. ഇനി Realme6 Pro എന്ന് പറയുന്ന ഫോണിൽ നിന്നും Realme7 Proയിലേക്ക് വരുമ്പോൾ 1,000 രൂപ കൂടുതൽ കൊടുത്താൽ, അതായത് 6GB RAM 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് നോക്കിയാൽ 1,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്ക് കാണുക. 19-20 ഈ ഒരു റേഞ്ചിൽ വ്യത്യാസം കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അപ്ഗ്രേഡ് കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അപ്ഗ്രേഡ് ആണ്, ചില കാര്യങ്ങൾ ഡൗൺഗ്രേഡ് ആണ്. അതായത് നമുക്ക് 90 Hz റീഫ്രഷ് റേറ്റ് നമുക്ക് 7 Proയില്ല, പക്ഷേ 6 Proയിൽ അതുണ്ട്. ബട്ട് അവിടെ LCD ഡിസ്പ്ലേ ആണ്. സോ നമുക്ക് AMOLED ഡിസ്പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്.
സോ ഇവിടെ കുറച്ച് ബെറ്റർ ആയിട്ട് AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ 7 Pro വരുന്നത്. അതാണ് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് 30 വാട്ടിൽ നിന്ന് 65 വാട്ടായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ബാറ്ററി 4300 mAh 4500 mAh ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് Realme 7 Proയിലേക്ക് വരുമ്പോൾ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൂടി വരുന്നുണ്ട്. ഇയർ പീസും മെയിൻ സ്പീക്കറും ഒരുപോലെ നല്ല ലൗഡായിട്ട് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് സ്റ്റീരിയോ സൗണ്ട് സംവിധാനം ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഡോൾബി സൗണ്ട് സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൂടി Realme 7 Proയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാമറയുടെ സെൻസർ, മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ സെൻസർ സാംസങ്ങിന്റെ GW നിന്ന് മാറ്റി സോണിയുടെ IMX 682 ആക്കിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. ഇതിന് 1000 രൂപയാണ് അവർ കൂടുതലായിട്ട് പറയുന്നുള്ളൂ. സോ അത് തീർച്ചയായിട്ടും ഒരു നല്ല ഡീലാണ്. ആ ഒരു പ്രൈസ് 6 Proയുടെ പ്രൈസ് ഓക്കെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ 1000 രൂപ കൂടുതൽ കൊടുത്താൽ ഇത്രയും കാര്യങ്ങൾ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും 7 Pro എന്ന് പറയുന്നത് Realme 6 Proയെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും ബെറ്റർ ആയ ഒരു നല്ല ഓപ്ഷനാണ്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ 6 Proയെ അപേക്ഷിച്ച് Realme 7 Proയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല അപ്ഗ്രേഡ് ആണ്. പെർഫോമൻസിൽ മാത്രം ആ ഒരു ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഒരു ഓവറോൾ ഒരു 1000 രൂപയുടെ കൂടുതൽ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഒരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. 7 എങ്ങനെയുണ്ട്, 6ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, Realme 6നെ അപേക്ഷിച്ച് 7 എങ്ങനെയുണ്ട്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് ലെങ്ത് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ടാണ് മുട്ടാം.